അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ പശ്ചിമേഷ്യയിലേക്ക് നീങ്ങുന്നതും മേഖലയിൽ ഇനി യുദ്ധം അകലെയല്ല എന്ന് പറയപ്പെടുമ്പോഴും ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയുടെ മകൻ മുജതബ് ഖമേനി വിദേശ രാജ്യങ്ങളിൽ ശതകോടികളുടെ സ്വത്ത് രഹസ്യമായി സമ്പാദിച്ചതായി റിപ്പോർട്ട്. ഉപരോധങ്ങളെ മറികടന്ന് 100 മില്യൺ പൗണ്ടിലധികം വിലമതിക്കുന്ന ബ്രിട്ടീഷ് സ്വത്ത്, ദുബായിലെ ഒരു വില്ല, യൂറോപ്പിലുടനീളമുള്ള ആഡംബര ഹോട്ടലുകൾ എന്നിവ പരമോന്നത നേതാവിന്റെ മകന്റെ രഹസ്യ സമ്പാദ്യങ്ങളിൽ ഉൾപ്പെടുന്നുവെന്ന് ബ്ലൂബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഉപരോധത്തിന് വിധേയമായിട്ടും ഇറാനിലെ ഉന്നതർക്ക് എങ്ങനെ മൂലധനം വിദേശത്തേക്ക് മാറ്റാൻ കഴിഞ്ഞുവെന്നതാണ് എല്ലാവരെയും ചിന്തിപ്പിക്കുന്നത്. ഖമേനിയുടെ മൂത്ത മകനാണ് 56-കാരനായ മൊജതബ് ഖമേനി. ആയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയാകാൻ സാധ്യതയുള്ളയാളായി കണക്കാക്കപ്പെടുന്ന മൊജതബയ്ക്ക് ലണ്ടൻ, ദുബായ്, ഫ്രാങ്ക്ഫർട്ട് തുടങ്ങിയ വിദേശ നഗരങ്ങളിൽ ശതകോടികളുടെ ആസ്തികളും ആഡംബര വസ്തുക്കളും ഉൾപ്പെടുന്ന ഒരു വലിയ സാമ്പത്തിക സാമ്രാജ്യമുള്ളതായി സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നു. പൊതുവെ ഇയാളുടെ സ്വത്തുക്കൾ ബിനാമികളുടെ പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് ഒരു പ്രമുഖ പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസി കണ്ടെത്തിയത്. 2011 മുതൽ മൊജതബയ്ക്ക് ഇത്തരം സാമ്പത്തിക ഏർപ്പാടുകൾ ഉണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഇയാൾക്ക് വൻകിട ഷിപ്പിംഗ് കമ്പനികളുമുണ്ട്. കൂടാതെ സ്വിസ് ബാങ്കുകളിൽ വൻ നിക്ഷേപവും ബ്രിട്ടനിലും മറ്റും ആഡംബര വസതികളുമുണ്ട്. 2019 US ഉപരോധം ഏർപ്പെടുത്തിയിട്ടും ഖമേനിയുടെ പേരിൽ കോടിക്കണക്കിന് ഡോളർ ഫണ്ട് എത്തിക്കാൻ കമ്പനികളുടെ വെബ് സംവിധാനം ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ഇറാനിയൻ എണ്ണ വിൽപ്പനയിൽ നിന്നാണ് മൊജതബ് ഖമേനി പണം സമ്പാദിച്ചത്. സാധാരണക്കാരായ ജനങ്ങൾ പട്ടിണിയിലായിരിക്കെയാണ് രാജ്യത്തെ എണ്ണ വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം രഹസ്യ സമ്പാദ്യങ്ങൾക്കായി പരമോന്നത നേതാവിന്റെ മകൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇറാന്റെ എണ്ണ വിൽപ്പനയുമായി ബന്ധപ്പെട്ടാണ് ഖമേനി കുടുംബം പണം വാരിക്കൂട്ടുന്നത് എന്നാണ് പല ഏജൻസികളും കണ്ടെത്തിയത്. ഇറാനിയൻ വ്യവസായിയായ അലി അൻസാരിയുടെ പേരിലാണ് മൊജതബ് ബിസിനസ്സുകൾ നടത്തുന്നത്. ദാരിദ്ര്യത്തിന്റെ പേരിൽ ഇറാനിലെ ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ച ഖമേനി കുടുംബം കഠിനമായ ഭക്തിമാർഗത്തിലൂടെ ലളിത ജീവിതം നയിക്കുന്നുവെന്നാണ് ഔദ്യോഗിക മാധ്യമങ്ങൾ ഇറാനിൽ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ബ്ലൂബർഗ് ന്യൂസ് നടത്തിയ അന്വേഷണമാണ് ഖമേനി കുടുംബത്തിന്റെ അവിഹിത സമ്പാദ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തിയത്. ലണ്ടനിലെ ബില്യണർ റോ എന്നറിയപ്പെടുന്ന തെരുവിലെ 100 മില്യൺ പൗണ്ടിലധികം വിലമതിക്കുന്ന ആഡംബര വീടുകൾ, ദുബായിലെ വില്ലകൾ, ഫ്രാങ്ക്ഫർട്ടിലും മല്ലോർക്കിലെയും പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ എന്നിവയിൽ മൊജതബ വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. 2014 ലണ്ടനിലെ ഒരു പ്രോപ്പർട്ടി മാത്രം 33.7 ബില്യൺ യൂറോയ്ക്ക് വാങ്ങിയതായി ബ്ലൂബർഗ് പരിശോധിച്ച രേഖകൾ വ്യക്തമാക്കുന്നു. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സുമായി മുജതബയ്ക്കുള്ള അടുത്ത ബന്ധം സാമ്പത്തിക ഇടപാടുകൾക്ക് വലിയ കരുത്തു നൽകുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നിക്ഷേപങ്ങൾക്കായുള്ള ഫണ്ട് UK, സ്വിറ്റ്സർലൻഡ്, UAE എന്നിവിടങ്ങളിലെ ബാങ്കുകൾ വഴിയാണ് നൽകിയത്. ഇറാനിലെ ഷാ നാടുവിട്ടതിന് പിന്നാലെ രാജകുടുംബത്തിന് ആസ്തികൾ പലതും ഖമേനിയുടെ ബിനാമികൾക്ക് ലഭിച്ചുവെന്നും പറയപ്പെടുന്നു. ഇറാനിൽ ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ മുജതബയുടെ വിദേശ ബാങ്കുകളിലെ അക്കൗണ്ടുകളിലേക്ക് ആയിരക്കണക്കിന് കോടികൾ എത്തിയെന്നും ഇതെല്ലാം ക്രിപ്റ്റോ കറൻസി വഴിയാണ് കൈമാറ്റം ചെയ്തത് എന്നും പറയപ്പെടുന്നു. കൂടാതെ ജനകീയ പ്രക്ഷോഭം വിജയിക്കുമെന്ന ഘട്ടമുണ്ടായാൽ ഖമേനിയുടെ കുടുംബവും അവരുടെ സമ്പാദ്യങ്ങളുമായി റഷ്യയിലേക്ക് രക്ഷപ്പെടാൻ പദ്ധതിയിട്ടിരുന്നതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. സർക്കാർ കരാറുകൾ നേടുന്നതിനും പണം വിദേശത്തേക്ക് കടത്തുന്നതിനുമുള്ള മാർഗമായി നിർമ്മാണം, ഷിപ്പിംഗ് തുടങ്ങിയ മേഖലകളെ ഇവർ ഉപയോഗിക്കുന്നു. തന്റെ പേര് ഒരു രേഖകളിലും വരാത്ത രീതിയിൽ അതീവ രഹസ്യമായാണ് മുജതബ ഈ സാമ്പത്തിക സാമ്രാജ്യം നിയന്ത്രിക്കുന്നത്. അന്താരാഷ്ട്ര ഉപരോധങ്ങളെ മറികടന്ന് പണം വിദേശത്തേക്ക് കടത്തുന്നതിനും നിക്ഷേപിക്കുന്നതിനുമായി ഇറാനിലെ ഭരണവർഗം അതീവ സങ്കീർണവും രഹസ്യവുമായ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്. മുജതബയുടെ വിദേശ നിക്ഷേപങ്ങളുടെയും ബാങ്ക് അക്കൗണ്ടുകളുടെയും പ്രധാന ചുമതലക്കാരൻ എന്ന നിലയിൽ അൻസാരിയെ അദ്ദേഹത്തിന്റെ മണിമാൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മുജതബയുടെ വിദേശത്തെ വൻ നിക്ഷേപങ്ങൾ പലതും അലി അൻസാരിയുടെ പേരിലോ അദ്ദേഹം നിയന്ത്രിക്കുന്ന ഷെൽ കമ്പനികളുടെ പേരിലോ ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ലണ്ടനിലെ ആഡംബര വസതികൾ ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ ഇത്തരത്തിൽ അൻസാരിയുടെ പേരിൽ വാങ്ങുന്നത് വഴി മുജതബ തന്റെ നേരിട്ടുള്ള ഉടമസ്ഥാവകാശം മറച്ചുവെക്കുകയാണ് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.